ആ പേഷ്യന്റിനെ ഡെന്റലിൽ എങ്ങനെയാ മാനേജ് ചെയ്യാന്നുള്ളത് ഒന്ന് ഡോക്ടർ വിശദമായിട്ട് പറയും. യെസ്, കറക്റ്റാണ്. പലപ്പോഴും നമുക്ക് പേഷ്യൻസ് പറയുന്ന സിംറ്റംസിന്റെ അവിടെ തന്നെ ആയിരിക്കില്ല എക്സാക്ട്ലി പ്രോബ്ലം. അത് ഇപ്പോൾ ഈ പറഞ്ഞ കേസിലാണെങ്കിലും ഒരു ഇയർ പെയിൻ ആയിട്ട് വന്നൊരു പേഷ്യൻ്റ് ആയിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ അതിന് മോർ ഓഫ് ഒരു TMJ റിലേറ്റഡ് ഇഷ്യൂസ് ആയിരുന്നു. കാരണം മസിൽസ് എക്സാമിൻ ചെയ്തപ്പോഴാണെങ്കിലും അവരെ ഹിസ്റ്ററി എടുത്തപ്പോഴാണെങ്കിലും എപ്പോഴാണ് അഗ്രവേറ്റ് ചെയ്യണത് അതെല്ലാം നോക്കുമ്പോൾ അതൊരു ജോയിന്റ് താടിയലിൻ്റെ പ്രശ്നമായിട്ടാണ് തോന്നിയത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നോർമലി ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇതിൻ്റെ എന്തൊക്കെ റീസൺസ് കൊണ്ട് നമുക്ക് ഈ ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് ഡിസോർഡേഴ്സ് വരാമെന്ന് നമ്മൾ നോർമലി അന്വേഷിക്കും. അങ്ങനെ നോക്കിയപ്പോൾ ഈ പേഷ്യൻസിന് മെയിൻലി നമുക്ക് കണ്ടൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ എയർവേ റിലേറ്റഡ് ആയിട്ട് അവരുടെ സ്ലീപ്പ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് രാത്രി ഉറക്കത്തിൽ നിന്ന് ഒരു എണീക്കുക, സ്ലീപ്പ് ആപ്നിയ പോലത്തെ ഒരു കണ്ടീഷൻസ് ഒക്കെ എല്ലാം നമുക്ക് തോന്നിയിരുന്നു. നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എഗെയിൻ ആ പേഷ്യൻസിനെ ബാക്ക് ടു ENT നമുക്ക് അപ്പം തന്നെ റെഫർ ചെയ്യാൻ പറ്റി. അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളപ്പോൾ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും. കാരണം നമുക്കൊരു എക്സ്ട്രാ ഒപ്പീനിയൻസ് ഇതുവഴി കിട്ടുന്നുണ്ട്.